ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീവിദ്യ മുല്ലശ്ശേരിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ജനപ്രിയ പ്രോഗ്രാമിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു താരമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാം ഫ്ലവേഴ്സ് അവസാനിപ്പിച്ചുവെങ്കിൽ പോലും തങ്കച്ചൻ വിതുര അനിമോൾ കോംബോ പോലെ തന്നെ ശ്രീവിദ്യ മുല്ലശ്ശേരി ബിനുവടിമാലി കോംബോ ഇന്നും മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട ഒരു കോംബോയാണ്. അതിനുശേഷം ശ്രീവിദ്യ മുല്ലശ്ശേരി വിവാഹം കഴിക്കുകയും ഇപ്പോൾ അമൃത ടി വി പോലുള്ള ചാനലുകളിൽ ഏതാനും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറയുന്ന താരത്തെ മലയാളി പ്രേക്ഷകർ ഇന്നും ഓർക്കുന്നത് സ്റ്റാർ മാജിക് താരം എന്ന രീതിയിലാണ്. സോ ഈ ഒരു ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതിന് കാരണം ഏതാനും നാളുകൾക്ക് മുൻപ് അവരുടെ ചാനലിൽ അവർ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഒരു വിഷു സ്പെഷ്യൽ വ്ലോഗിനകത്ത് അവരൊരു പർട്ടിക്കുലർ ട്രേഡിംഗ് ആപ്പിനെ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മുന്നിലേക്ക് പരിചയപ്പെടുത്തി. ഇവരെ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ട്രേഡിംഗ് ആപ്പ് യൂസ് ചെയ്ത ഒരു യുവാവിന് നഷ്ടമായത് 1,03,000 രൂപയാണ്. സോ ഈ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ ബ്രാഞ്ചസോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറുപ്പക്കാരൻ ശ്രീവിദ്യ മുല്ലശ്ശേരിനെ പ്രതിയാക്കിക്കൊണ്ട് കോടതിയെ സമീപിച്ചു ഒരു കേസുമായിട്ട്. ആ ഒരു കേസിൽ ശ്രീവിദ്യ മുല്ലശ്ശേരി പരാജയപ്പെടുകയും അതേ തുടർന്ന് ഈ 1,03,000 രൂപയും അതുകൂടാതെ 50,000 രൂപ നഷ്ടപരിഹാരമായിട്ടും ആ യുവാവിന് നൽകണമെന്ന് കോടതി വിധി പുറപ്പെടുവിച്ചു. എന്നാൽ ശ്രീവിദ്യ മുല്ലശ്ശേരി ഈ ഒരു കേസിൽ പണം കൈമാറാൻ തയ്യാറാവാതെ അതിനു പകരം അപ്പീലുമായിട്ട് മേൽക്കോടതിയെ സമീപിച്ചു. തന്റെ അഡ്വക്കേറ്റ് ഒരു റേപ്പ് കേസിൽ പ്രതിയായിരുന്നുവെന്നും അതുകൊണ്ട് വാദം നടക്കുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് കോടതിയിൽ ഹാജരാവാണ്ട് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നത് മൂലമാണ് താൻ ഈ കേസിൽ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്റെ ഹർജി പരിഗണിച്ച് കേസ് വീണ്ടും പുനർവിചാരണ നടത്തണമെന്നുമായിരുന്നു ശ്രീവിദ്യ മുല്ലശ്ശേരി ആവശ്യപ്പെട്ടത്. സോ ആ ഒരു അപ്പീലും കോടതി തള്ളി. അതിനുശേഷം കോടതി ആ ഒരു കേസിൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് പ്രകാരം ആ പണം എത്രയും പെട്ടെന്ന് കൈമാറണമെന്നായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ 4 മാസങ്ങൾക്കിപ്പുറവും ശ്രീവിദ്യ മുല്ലശ്ശേരി ഈ പറയുന്ന പണം കൈമാറാണ്ട് തയ്യാറായിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ച ആ ഒരു പർട്ടിക്കുലർ വിഷു ബ്ലോഗിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കഴിക്കണതിന് മുൻപ് നമ്മുടെ ഒരു മര്യാദ ഉണ്ടല്ലോ, വിഷു കൈനീട്ടം തരണം. അപ്പം നമ്മുടെ ഈ ഒരു 2.71 ലാക്ക് സബ്സ്ക്രൈബേഴ്സിന് നേരിട്ടെത്തി വിഷു കൈനീട്ടം തരാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. അപ്പം അതുള്ളത് കൊണ്ട് ഞാനൊരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് തരട്ടെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നും തരുന്ന പോലെ ഇതൊരു വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ, ബിനോമോനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബിനോമോ 2 മില്യൺ സക്സസ്ഫുൾ ട്രേഡേഴ്സാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് മാത്രമല്ല, നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ആപ്പാണ് നമ്മുടെ ബിനോമോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്യരുത്. അപ്പം എടുക്കുക. എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ ഇതിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? അംഗൻവാടി പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ എമൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അതിൽ എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം, അപ്പാണോ ഡൗൺ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക് 1, ടിക് 2, ടിക് 3 പ്രെഡിക്ഷൻ കറക്റ്റ് ആയേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റേത് സക്സസ് ആയേക്കാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ ആശ്ചര്യം ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ എമൗണ്ട് ഈ Paytm വഴി അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് നമുക്ക് എടുക്കാം. അത് മാത്രമല്ല, ഒരു പ്രൊമോ കോഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എമൗണ്ടിൽ 100% ബോണസ് കിട്ടുന്നതായിരിക്കും. ഹാപ്പി വിഷു. അപ്പോൾ ഞാൻ പുട്ട് ഇതൊരുമാതിരി മറ്റേടത്തെ വിഷു കൈനീട്ടമായിപ്പോയി കേട്ടോ. 1,03,000 രൂപ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് നഷ്ടമായി. അതുകൂടാതെ കേസ് നടത്താനുള്ള ചെലവ്. ഇപ്പോഴും അവൻ ആ ക്യാഷ് കിട്ടാൻ വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ, സമ്മതിക്കണം കേട്ടോ. നിങ്ങളെയൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന ഷോസിലെല്ലാം പങ്കെടുക്കുമ്പോൾ അതിൻ്റെ വരുമാനമുണ്ട്. അതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല നല്ല പ്രോഡക്റ്റുകളുടെ പ്രൊമോഷൻസ് കിട്ടത്തില്ലേ? അത് ചെയ്താൽ പോരെ. എന്തിനാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് പ്രൊമോഷനുകളുമായിട്ട് നിങ്ങളൊക്കെ രംഗത്ത് വരുന്നത്? നിങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് എത്രയധികം ആളുകൾ ഈ ഒരു ഫ്രോഡ് പരിപാടികളിൽ ചെന്ന് തല വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മലയാളികളുടെ ഒരു സഹജമായിട്ടുള്ള സ്വഭാവമുണ്ട്. ഒരാൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ 10 ലൈക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ത് ചപ്പും ചവറുമാണല്ലോ. ശുദ്ധമായിട്ടുള്ള ഭക്ഷണമാണ്, ഈ പറയുന്ന ചാണകമെന്നോ കഴുതയുടെ കാഷ്ടമെന്നോ പറഞ്ഞുകൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും വാങ്ങി നമ്മുടെ മലയാളികൾ കഴിക്കും. അതാണ് നമുക്കൊക്കെ പറ്റുന്ന മണ്ടത്തരം. സോ ഗൈസ്,
ഇനിയും ഇത്തരത്തിലുള്ള ചതികളിൽ നിങ്ങൾ ആരും ചെന്ന് വീഴരുത് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. മലയാളിയാണ്, എവിടെ തട്ടിപ്പുണ്ടോ അവിടെ ചെന്ന് തല വെച്ച് കൊടുത്ത് ക്യാഷ് കളയുന്നത് മലയാളിക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ്. എന്നാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ചെറുപ്പക്കാരന്റെ വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഇതെന്ന് വെച്ചാല് ഈ ഒരു ബിനോമോയില് ഇവരെ വീഡിയോ കണ്ട് ഇവരെ പരസ്യം കണ്ട് വിശ്വസിച്ചിട്ട് ഇവര് പറയുന്ന പോലെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എൻ്റെ 1,03,000 രൂപയാണ് ബിനോമോയിൽ പോയത്. അതിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഇവര് പറയുന്നത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റുന്നത്. അങ്ങനെ അപ്പം പിൻവലിക്കാനൊന്നും അതിൽ പറ്റൂല. അതിൽ അവർക്ക് പിന്നെ നിശ്ചിത ശതമാനം ലിവറേജ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് പിൻവലിക്കാനൊന്നും പറ്റൂല. അവർ അപ്പോൾ ഈ പരസ്യത്തിൽ പറയുന്നത് തെറ്റാണ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. ഇത് ട്രസ്റ്റഡും അല്ല, ഈ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഇതിന് കാസർഗോഡ് കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ എതിർഭാഗമായിട്ട് ഇവരെ മാത്രമേ വെച്ചുള്ളൂ. കാരണം ബിനോമോക്ക് ഇന്ത്യയിൽ ഒരു അഡ്രസ്സ് പോലും ഇല്ല. അഡ്രസ്സ് ഇല്ലാത്ത ബിനോമയാണ് ഇന്ത്യയിലെ നമ്പർ 1 മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം. 2 മില്യൺ സക്സസ്ഫുൾ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം ഇവർ ചെയ്തത്. എങ്ങനെയുണ്ട്? ഇന്ത്യയിൽ സ്വന്തമായിട്ട് അഡ്രസ്സ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോഷനാണ് ഇവർ നടത്തിയത്. അതായത് ഒരു ട്രേഡിംഗ് സ്ഥാപനമാണ്. ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പേരിലാണ്. ആ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ്സ് ഇല്ല. എന്തൊരു കഷ്ടമാണ്! ക്യാഷിന് വേണ്ടിയിട്ട് ഇങ്ങനെ സാധാരണക്കാരെ പറ്റിക്കരുത്. അപ്പൊ ഇതില് ഇവര് വക്കീലിനെ വെച്ചത് ഒരു നിഖിൽ നാരായണൻ എന്ന് പറയുന്ന വക്കീലാണ്. ഇവരെ വക്കീല്, കാസർഗോഡ് വക്കീല്. ഇപ്പൊ ബ്രോന് അറിയാമെന്ന് തോന്നുന്നു. നിഖിൽ നാരായണൻ എന്ന് പറയുന്നതിൽ പണ്ടൊരു റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാദമായ ഒരു വക്കീലാണ് നിഖിൽ നാരായണൻ. അപ്പൊ ആ നിഖിൽ നാരായണനാണ് ഇവരെ വക്കീലുണ്ടായത്. അപ്പൊ ഈ നിഖിൽ നാരായണൻ എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ പെട്ടു, മുൻകൂർ ജാമ്യം കിട്ടി. അതിനുശേഷം വീണ്ടും ഇവരെ കേസ് തന്നെ വാദിക്കാൻ വേണ്ടി വരലുണ്ട്. പിന്നെ ഈ കേസ് അവസാനിക്കുന്നവരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അപ്പൊ ഈ കേസ് കാസർഗോഡ് തോറ്റതോടെ ഇവർ ഈ പറയുന്ന ശ്രീവിദ്യ എന്ന് പറയുന്ന ആള് സംസ്ഥാന കമ്മീഷനിൽ പോയിട്ട് അപ്പീൽ കൊടുത്തു. ആ അപ്പീലിൽ പറഞ്ഞ കാര്യമാണ് ഞെട്ടിക്കുന്ന കാര്യം. എന്ന് വെച്ചാല് നിഖിൽ നാരായണൻ, ഇവരുടെ വക്കീലായ നിഖിൽ നാരായണൻ റേപ്പ് കേസിൽ പെട്ട് നോൺ ബെയിലബിൾ ഇത് വകുപ്പുകളൊക്കെ ചുമത്തിപ്പെട്ടതിനാൽ ഇവര് കോടതിയിലൊന്നും ഹാജരാകാറില്ല. അതുകൊണ്ട് ഇവരെ കേസ് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പീൽ കൊടുത്തത്. അപ്പൊ ഞാൻ അവിടെ സംസ്ഥാന കമ്മീഷനിലെ ഈ ഹൈക്കോടതിയിലെ നിഖിൽ നാരായണന് മുൻകൂർ ജാമ്യം കിട്ടിയ കാര്യം വിധി പകർപ്പ് അടക്കം കൊടുത്തു. അപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മീഷന് ബോധ്യമായി ഇവർ പറയുന്നത് കള്ളാന്നാണ്. അപ്പോൾ അതായത് ഈ നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞാല് കേസ് പറയുന്നത് 2024 മുൻകൂർ ജാമ്യം കിട്ടുന്നത് 2024. ഈ കേസ് അതിനുശേഷം ഇവരെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വരലുണ്ട് നിഖിൽ നാരായണൻ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് റേപ്പ് കേസിൽ ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ വരാത്തത് കൊണ്ടാണ്, എൻ്റെ വക്കീൽ വരാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റു എന്നാണ് ഇവര് അവിടെ പറയുന്നത്. സംസ്ഥാന കമ്മീഷനിൽ ഭയങ്കര കളവാ പറയുന്നത്. അപ്പൊ ഈ നിഖിൽ നാരായണൻ അതിന് ശേഷം വരലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അന്വേഷിച്ചാലും അറിയാം, സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് നിഖിൽ നാരായണൻ. എന്നിട്ട് ഈ നിഖിൽ നാരായണനെതിരെ ഇവര് ബാർ കൗൺസിലിൽ ഒരു പരാതിയല്ല കൊടുക്കുന്നത്. അതായത് അപ്പീല് പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം പറയണല്ലോ. വക്കീലിനെതിരെ എന്തെങ്കിലും പരാതി പറഞ്ഞാലല്ലേ അവിടെ അപ്പീലിന് ഒരു കാരണം കാണിക്കാം. അങ്ങനെ ബാർ കൗൺസിലിനും പരാതി കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരെ കേസ് വേണ്ടിയിട്ട് അവസാനം വരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. എങ്ങനെ ഇരിക്കുന്നത്? കേസ് തോറ്റു. അന്നേരം വക്കീൽ ഒരു റേപ്പ് കേസിലെ പ്രതിയാണ്, അതുകൊണ്ട് അയാൾക്ക് കോടതിയിൽ ഹാജരാവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ വീണ്ടും സമീപിച്ചു. അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ പറയുന്ന അഡ്വക്കേറ്റിനെതിരെ ബാർ കൗൺസിലിൽ പരാതി നൽകി. ഇത്രയും കുരുട്ടുബുദ്ധിയുള്ള നിങ്ങളാണോ ഇന്ത്യയിലെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് പോലും ഇല്ലാത്ത ഒരു ട്രേഡിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തത്? എൻ്റെ പൊന്നോ, സമ്മതിക്കണം കേട്ടോ. സംസ്ഥാന കമ്മീഷനിലെ അങ്ങനെയാണ് ഈ സംസ്ഥാന കമ്മീഷനിലെ ശ്രീവിദ്യ മുല്ലശ്ശേരിന്റെ പരാതി അപ്പീല് തള്ളി. അപ്പോൾ നിലവിലെ കാസർഗോഡ് കമ്മീഷന്റെ വിധി പ്രകാരം എനിക്ക് 1,03,000 രൂപയും പിന്നെ കോടതി ചെലവായിട്ട് 5,000 രൂപയും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 50,000 രൂപയും ഇങ്ങനെയാണ് നഷ്ടപരിഹാരം. അതായത് 1,58,000 രൂപ ഈ 9% പലിശ നിരക്കിൽ കേസ് രജിസ്റ്റർ ചെയ്തത് 2023 അന്ന് മുതൽ 9% പലിശ നിരക്കിൽ കിട്ടണമെന്നാണ് ഇതിന്റെ വിധി വന്നിട്ടുള്ളത്. അപ്പൊ ഇവർ അപ്പീലിന് പോയപ്പം ഒരു നിശ്ചിത ശതമാനം തുക അവിടെ കെട്ടിവെക്കണം. അപ്പൊ ആ കെട്ടിവെച്ച തുക എനിക്ക് പിൻവലിക്കാൻ പറ്റും. കാരണം ഇവരെ അപ്പീല് തള്ളിയല്ലോ. അപ്പീല് തള്ളുമ്പം ആ ഒരു തുക ഒരു 79,000 രൂപ സംസ്ഥാന കമ്മീഷന് എനിക്ക് പിൻവലിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ഇനിയും കിട്ടാനുള്ളത് ഏകദേശം 86,000 മുകളിലാണ് ടോട്ടല്. അതിൽ 79 കഴിച്ചാല് ഇപ്പോഴും ബാക്കി 1,00,000 സംതിങ് അവര് ഇനിയും തരാനുണ്ട്. പക്ഷെ അവര്
അതിനുശേഷം ഈ പറയുന്ന നോൺ ബെയിലബിൾ വാറണ്ട് കാസർഗോഡ് കമ്മീഷൻ ആദ്യം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇല്ലേ കാസർഗോഡ്, അവിടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവർ കൊച്ചിയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഇവർക്കെതിരെ നോൺ ബെയിലബിൾ വാറണ്ട് ഓരോ മാസം ഇങ്ങനെ പുതുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ പാലാരിവട്ടം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവർക്കാണെങ്കിൽ അതൊരു പ്രശ്നവുമില്ല. ഇവരെ ഇപ്പം ഗൾഫിലേക്കെല്ലാം ആഡംബര യാത്രയൊക്കെ നടത്തിയിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല, ഇതൊന്നും ആരും അറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് ഇവര് ഈ ഗൾഫിലേക്ക്. ഇപ്പൊ അവരെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അവർ ആഡംബര യാത്രയാണ്, ഭയങ്കര നല്ല ഫോട്ടോഷൂട്ടും. സോ ഗൈസ്, ഇതാണ് ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. 4 തവണയാണ് വാറന്റ് ഇഷ്യൂ ചെയ്തത്. കേരള പോലീസ് ഇതുവരെ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവരാണെങ്കിൽ ഗൾഫിലും മറ്റും ട്രിപ്പുമായിട്ട് നടക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കേരള പോലീസിന്റെ കർത്തവ്യ നിർവഹണം? ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ഉൾപ്പെടെ ആര് എന്തൊരു പ്രമോഷനായിട്ട് വന്നാലും അത് കാശ് കൊടുത്ത് വാങ്ങുന്നതിന് മുൻപ് 4 വട്ടം ചിന്തിക്കണം. കാരണം ഈ യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആർക്കും നിങ്ങളോട് യാതൊരു പരിഗണനയും, അതായത് മാനസികമായിട്ടുള്ള ഒരു പരിഗണനയും നിങ്ങൾക്ക് അവർ നൽകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്നത് ക്യാഷ് ഉണ്ടാക്കാനുള്ള വെറും മെഷീനുകൾ മാത്രമാണ്. അവർ കുറേയധികം ചവറ് പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കും. നിങ്ങൾ അവരോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് വാങ്ങും. അങ്ങനെ വാങ്ങി അവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷും പോവും. പിന്നെ അതിന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നവർക്ക് വരും. ഇവരെല്ലാം ക്യാഷും മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ വിദേശ യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകും. എന്തിനാണ് ഇത്തരം മണ്ടത്തരങ്ങളിൽ ചെന്ന് തലവെക്കുന്നത്? ഈ ട്രേഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ധാരാളം കമ്പനികളുണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്തി കൃത്യമായ രീതിയിൽ പണം നിക്ഷേപിച്ച് ട്രേഡിംഗ് നടത്തി നിങ്ങൾ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞു എന്ന് കേട്ട ഉടനെ, പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, കാള പെട്ടെന്ന് കേട്ട ഉടനെ കയറെടുത്തുകൊണ്ട് ഓടുക. അങ്ങനെ ഓടാതിരിക്കുക. അത്രമാത്രം എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. സോ ഗൈസ്, ബൈ.